കാനഡയിലെ തൊഴിൽ കമ്പോളത്തിന്റെ യാഥാർത്ഥ്യം തുറന്നു കാണിച്ച് ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. കാനഡയിൽ താമസിക്കുന്ന ഒരു ഇന്ത്യൻ സ്ത്രീയാണ് ഈ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത്. പുതിയതായി വരുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും കാനഡയിലെ തൊഴിൽ സാധ്യതകൾ എത്രത്തോളം ദുഷ്കരമാണെന്ന് ഈ വീഡിയോ പറയുന്നു. കാനോ ടെയിൽസ് കാനഡ എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇന്റേൺഷിപ്പ് ഒഴിവുകൾക്ക് വേണ്ടി പോലും ആളുകൾ തണുപ്പത്ത് ക്യൂ നിൽക്കുന്ന കാഴ്ച വീഡിയോയിൽ കാണാം. ഇന്ത്യക്കാർക്കിടയിൽ ഒരു ധാരണയുണ്ട്. കാനഡയിൽ ധാരാളം ജോലിയും ശമ്പളവുമുണ്ടെന്ന് പലരും വിശ്വസിക്കുന്നു. ഈ ധാരണ തിരുത്തുന്ന ഒരു വീഡിയോ ആണിത്. കാനഡയിൽ ധാരാളം ജോലിയും പണവുമുണ്ടെന്ന് വിചാരിക്കുന്ന നിങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഈ വീഡിയോ അയച്ചു കൊടുക്കൂ എന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. കാനഡയിലെ കഠിനമായ യാഥാർത്ഥ്യമാണ് അവർ ഇതിലൂടെ വെളിപ്പെടുത്തുന്നത്. വളരെ കുറഞ്ഞ എൻട്രി ലെവൽ ഇന്റേൺഷിപ്പിന് വേണ്ടി പോലും നൂറുകണക്കിന് ആളുകളാണ് കാത്തു നിൽക്കുന്നത്. കാനഡയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ഇതിന് തയ്യാറാണെങ്കിൽ മാത്രം കാനഡയിലേക്ക് വരൂ, അല്ലെങ്കിൽ ഇന്ത്യയാണ് നല്ലതെന്ന് ആ പെൺകുട്ടി വീഡിയോയിൽ പറയുന്നുണ്ട്. വിദേശ ജീവിതം എപ്പോഴും സ്വപ്നം പോലെയല്ല, ചിലപ്പോൾ അതൊരു നീണ്ട ക്യൂ ആയിരിക്കുമെന്ന് വീഡിയോയുടെ അടിക്കുറിപ്പായി കൊടുത്തിട്ടുണ്ട്. 2025 കാനഡയിലെ തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. ഇത് രാജ്യത്തെ വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്നു. 2025 മെയ് മാസത്തിലെ കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് 7% ഉയർന്നു. ഇത് കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ്. 2021 സെപ്റ്റംബറിന് ശേഷം ഇത്രയും വലിയ തൊഴിലില്ലായ്മ നിരക്ക് ആദ്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇത് പ്രതീക്ഷിച്ചതിലും കൂടുതലാണ്. പുതുതായി കാനഡയിലേക്ക് കുടിയേറിയ ആളുകൾക്ക് ഇത് വളരെ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ സ്ഥിരതാമസക്കാരായ ആളുകളുടെ തൊഴിലില്ലായ്മ നിരക്ക് 12.6%. ഇത് രാജ്യത്തെ ശരാശരി നിരക്കിന്റെ ഇരട്ടിയാണ്. കഴിഞ്ഞ വർഷം ഇത് 8.6%. 2023 കാനഡയിലേക്ക് കുടിയേറിയവരിൽ 30% ആളുകളും ഇന്ത്യക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണ്. കടുത്ത മത്സരമാണ് കാനഡയിൽ നടക്കുന്നത്. ഇൻഡീഡിന്റെ 2025 കണക്കനുസരിച്ച് തൊഴിൽ പരസ്യങ്ങൾ കഴിഞ്ഞ വർഷത്തേക്കാൾ 9% കുറഞ്ഞു. തൊഴിലില്ലായ്മ നിരക്ക് 7.5% വരെ ഉയരാൻ സാധ്യതയുണ്ട്. 2025 20,600 തൊഴിലവസരങ്ങൾ കുറഞ്ഞു. ഇത് 2024 18.1% കുറവാണ്. ഏകദേശം 200-ലധികം ആളുകൾ 5 ഒഴിവുകളിലേക്ക് മത്സരിക്കുന്നു എന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഇത് ഏകദേശം 40:1 എന്ന അനുപാതത്തിലാണ് വരുന്നത്. ടൊറന്റോ, മോൺട്രിയൽ, വാൻകൂവർ തുടങ്ങിയ വലിയ നഗരങ്ങളിലാണ് ഈ പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത്. പുതിയതായി വരുന്ന വിദ്യാർത്ഥികളും കുടിയേറ്റക്കാരും പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സ്കിൽ മിസ്മാച്ച്, അതായത് തൊഴിൽ ചെയ്യുന്നതിനുള്ള കഴിവില്ലായ്മ. പല കമ്പനികളും അവർക്ക് വേണ്ടത്ര കഴിവുള്ള ആളുകളെ കിട്ടുന്നില്ല എന്ന് പറയുന്നു. എന്നാൽ പല കുടിയേറ്റക്കാരും കൂടുതൽ കഴിവുള്ള ജോലികളാണ് ചെയ്യുന്നത്. ഇതിന് പ്രധാന കാരണം ചെറിയ കമ്പനികൾക്ക് ആളുകളുടെ കഴിവ് ശരിയായി വിലയിരുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ്. കാനഡയിലെ തൊഴിലുടമകൾക്ക് കനേഡിയൻ എക്സ്പീരിയൻസ് വേണം. അതായത് കാനഡയിൽ മുൻപരിചയമുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജോലി ലഭിക്കുകയുള്ളൂ. ഇത് ജോലിയുടെ നിലവാരം കൂട്ടാൻ സഹായിക്കുമെന്നതിന് യാതൊരു തെളിവുമില്ല. വിദേശത്തു നിന്നുള്ള വിദ്യാഭ്യാസം, ജോലി പരിചയം എന്നിവയെല്ലാം പലപ്പോഴും ഇവിടെ അംഗീകരിക്കുന്നില്ല. പുതിയതായി വരുന്ന ആളുകൾക്ക് ഇവിടെ വേണ്ടത്ര ബന്ധങ്ങളോ സുഹൃത്തുക്കളോ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ജോലി കണ്ടെത്താൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാനഡയിലെ റെസ്യൂം എങ്ങനെ ഉണ്ടാക്കണം, ഇന്റർവ്യൂ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നതിനെ കുറിച്ചൊന്നും അവർക്ക് വലിയ ധാരണയുണ്ടാകില്ല. ഭാഷ ഒരു പ്രശ്നമായി തോന്നാം. വിദേശത്തു നിന്നുള്ള സർട്ടിഫിക്കറ്റുകൾ അംഗീകരിക്കാൻ പലപ്പോഴും ആളുകൾ മടിക്കുന്നുണ്ട്. 2021-22 കാലഘട്ടത്തിൽ കാനഡയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. ഏകദേശം 9,15,500 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ 2025 ആയപ്പോഴേക്കും ഈ സ്ഥിതി മാറിക്കഴിഞ്ഞു. സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ചെറുപ്പക്കാരെയാണ് കൂടുതൽ ബാധിക്കുന്നത്. 2024 നവംബറിൽ 15 മുതൽ 24 വയസ്സ് വരെയുള്ള 25% ആളുകളും ജോലി ചെയ്തിട്ടില്ല. ഇത് കൊറോണയ്ക്ക് മുമ്പുള്ള അവസ്ഥയേക്കാൾ വളരെ കൂടുതലാണ്. ആളുകൾ ജോലി മാറുന്നതിൻ്റെ എണ്ണവും കുറഞ്ഞു. കൊറോണയ്ക്ക് മുമ്പ് ഇത് 0.7%. എന്നാൽ ഇപ്പോൾ 0.43% കുറഞ്ഞു. കാനഡയെക്കുറിച്ചുള്ള പലരുടെയും സ്വപ്നം ഈ വീഡിയോയിലൂടെ തകരുകയാണ്. കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർ വിദേശത്ത് നല്ല ജീവിതം നയിക്കാൻ സാധിക്കുമെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ വീഡിയോ ഒരുപാട് ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ചില ആളുകൾ ഇത് സത്യസന്ധമായ കാര്യങ്ങളാണെന്നും തുറന്നു പറഞ്ഞതിനെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു ആളുകൾ പറയുന്നത് ഇവിടെ തൊഴിലില്ലായ്മയല്ല, മറിച്ച് കഴിവില്ലായ്മയാണ് പ്രശ്നമെന്നാണ്. ഒരാൾ കമന്റ് ചെയ്തത് ഇങ്ങനെയാണ്: വാൻകൂവറിൽ ഒരുപാട് ജോലിയുണ്ട്, പക്ഷേ അവിടെ വൈദഗ്ധ്യമുള്ള ആളുകൾ ഇല്ലാത്തതാണ് പ്രശ്നം. മൈക്രോസോഫ്റ്റ്, ആമസോൺ, ലുലുലെമൺ, BC ഹൈഡ്രോ തുടങ്ങിയ കമ്പനികൾ ഇപ്പോഴും ഒരുപാട് ആളുകളെ ജോലിക്കെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടായാൽ മതി എന്നാണ്. എന്നാൽ കഴിവുണ്ടായിട്ടും കാര്യമില്ല, കാരണം ഇവിടെ മത്സര പരീക്ഷകൾ ഒരുപാടുണ്ട്. കാനഡയിൽ ജോലി കിട്ടാൻ എളുപ്പമാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇതൊരു തിരിച്ചറിവാണ്. കാനഡയിലുള്ള ഒരു സ്ത്രീ പങ്കുവെച്ച ഈ വീഡിയോ കാനഡയെക്കുറിച്ചുള്ള പലരുടെയും ചിന്താഗതികളെ മാറ്റിമറിച്ചു. 2025 കണക്കനുസരിച്ച് തൊഴിലില്ലായ്മ നിരക്ക് വളരെ കൂടുതലാണ്. പുതിയതായി വരുന്ന കുടിയേറ്റക്കാർക്ക് ഇത് വളരെ വലിയ വെല്ലുവിളിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കാനഡയിലേക്ക് വരുന്നതിനു മുൻപ് ഇവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കുക. കുറഞ്ഞ ഇന്റേൺഷിപ്പ് ഒഴിവുകളിലേക്ക് പോലും നൂറുകണക്കിന് ആളുകൾ ക്യൂ നിൽക്കുന്ന കാഴ്ച നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്.
കാനഡയിൽ ജോലി കിട്ടണമെങ്കിൽ കഠിനാധ്വാനം മാത്രം പോരാ, അവിടെയുള്ള മത്സരങ്ങളെക്കുറിച്ചും സാഹചര്യങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.